പാലക്കാട് ചിറ്റൂരിലേക്കാണ്. അവിടെ JDSന്റെ സ്ഥാനാർത്ഥികളായി വിജയിച്ച തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെ അയോഗ്യരാക്കാൻ കോൺഗ്രസ് നിയമ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്നു. ഇക്കാര്യം വ്യക്തമാക്കുന്നത് ചിറ്റൂർ നഗരസഭാ ചെയർമാൻ സുമേഷ് അച്യുതനാണ്. JDS ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിൽ ലയിച്ചതിന് പിന്നാലെയാണ് ഈ പ്രതികരണം. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മന്ത്രി K കൃഷ്ണൻകുട്ടി NDA സ്ഥാനാർത്ഥിക്കായി വോട്ട് ചെയ്തുവെന്ന ഗുരുതര ആരോപണവും സുമേഷ് അച്യുതൻ ഉന്നയിച്ചു. സുമേഷ് അച്യുതനായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിറ്റൂരിൽ നിന്ന് UDF-നായി മത്സരിക്കുക. ചിറ്റൂർ നഗരസഭാ ചെയർമാൻ സുമേഷ് അച്യുതനാണ് എന്നോടൊപ്പം ഉള്ളത്. ഇപ്പോൾ നഗരസഭാ ചെയർമാനാണ്. ഈ ചിറ്റൂരിനെ സംബന്ധിച്ച് ഈ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളെ സംബന്ധിച്ചും ഈ പല പേരുകളുണ്ട്. പക്ഷേ ചിറ്റൂർ മണ്ഡലത്തിൽ UDF-ന് സുമേഷ് അച്യുതൻ എന്ന ഒറ്റ പേരാണ് ഇപ്പോൾ കേൾക്കുന്നത്. തെരഞ്ഞെടുപ്പിന് നോട്ടിഫിക്കേഷൻ വരുന്നതിന് വളരെ മുമ്പ് തന്നെ UDF-ഉം കോൺഗ്രസ് നേതൃത്വവും കൃത്യമായ സമയത്ത് കൃത്യമായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. പാർട്ടി അത് ഏത് സമയത്താണ് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അതിന് ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ കഴിഞ്ഞ് അത് ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന വളരെ മുമ്പ് തന്നെ പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് അറിയുന്നത്. അത് ആരുടെ പേരാണെങ്കിലും ചിറ്റൂർ നിയോജക മണ്ഡലം ഇത്തവണ UDF നല്ല രീതിയിൽ വിജയം ഉണ്ടാവും. ഇപ്പം ഈ കഴിഞ്ഞ തവണ ഈ വലിയ പ്രചരണമൊക്കെ നടത്തി തോറ്റുപോയി. ഈ നേരത്തെ നിങ്ങളുടെ പിതാവ് ഒക്കെ ഒരു അടക്കി ഭരിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അത് ഇത്തവണ ചിറ്റൂർ തിരിച്ചു പിടിക്കുന്നുള്ള തന്നെയാണോ? രാഷ്ട്രീയ സാഹചര്യം ചിറ്റൂർ നിയോജക മണ്ഡലത്തിൽ വളരെയധികം മാറ്റമുണ്ട്. UDF-ന് അനുകൂലമായ ഒരു മാറ്റം ഉണ്ടായിരിക്കുകയാണ്. ഇത്തവണ UDF വലിയൊരു വിജയമുണ്ടാകും. ഇപ്പോൾ മുതിർന്ന നേതാവ് മന്ത്രി കൃഷ്ണൻകുട്ടിയാണ്. അദ്ദേഹം ഇത്തവണ കൂടി മത്സരിക്കും. അദ്ദേഹം താല്പര്യമില്ല എന്ന് പറഞ്ഞാലും മത്സരിക്കാനുള്ളൊരു സാധ്യതയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഫൈറ്റ് എങ്ങനെയായിരിക്കും? LDF-ന്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളത് വിഷയമല്ല. ചിറ്റൂരിൽ ഇത്തവണ UDF നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയമുണ്ടാകും. ഇപ്പോൾ ഈ JDS എന്നുള്ള പാർട്ടി മാറി പുതിയൊരു പാർട്ടി വന്നു കഴിഞ്ഞു. അത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണകരമാകുമോ അതോ അത് ഒരു തരത്തിലും ബാധിക്കില്ല എന്നാണ് ചിഹ്നം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ? ഈ ഒരു മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ കറ്റയേന്ത്യ കർഷക സ്ത്രീ ചിഹ്നത്തിൽ ദേവഗൗഡയുടെ പാർട്ടിയുടെ ഭാഗമായി മത്സരിച്ച ആളുകളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ. അവരാണിപ്പോൾ മറ്റൊരു പാർട്ടിയിലേക്ക് ലയിച്ചു എന്ന് പറഞ്ഞ് സാങ്കേതികമായി അവർ ഒരു പാർട്ടിയിൽ നിന്ന് ജയിച്ച് മറ്റൊരു പാർട്ടിയിലേക്ക് മാറിയാൽ അവർ അയോഗ്യരാവും. ഇത് ദേവഗൗഡിയുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ തീർച്ചയായും ഇവർക്ക് അയോഗ്യതയുണ്ടാവും. അതിന് നിയമ നടപടികൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്ത് നിയമ നടപടികൾ സ്വീകരിക്കാൻ പറ്റുമെന്നുള്ളത് ആലോചനയിലാണ്. അത് തീർച്ചയായിട്ടും ദേവഗൗഡിയുമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻ്റാണ്. മുമ്പേ വാർത്ത വന്നിരുന്നു ദേവഗൗഡിയും പിണറായി വിജയനുമായിട്ട് ചേർന്നിട്ടുള്ളൊരു അഡ്ജസ്റ്റ്മെൻ്റാണ്. അപ്പോൾ JDS-ന്റെ കാര്യത്തിൽ ഇപ്പോഴും കേരളത്തിൽ ഒരു കൺഫ്യൂഷനാണ്.